ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ കറിയാണ്. ഇപ്പോൾ ചോറിനോട് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി എടുക്കാം. മാങ്ങേനെ ചെറുതായിട്ടൊന്ന് അരിയുക. ഇപ്പോൾ ഒരു മാങ്ങയുടെ പകുതി ഒരു അരക്കപ്പ് മാങ്ങയുണ്ട്, ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തിലോട്ട് 3 പച്ചമുളക്, 3 ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിൻ്റെ അകത്ത് അരക്കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി മാങ്ങ നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു 3 വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ എന്തുവായെന്ന് നോക്കാം, കുക്കായെന്ന് നോക്കാം. പിന്നെ കാണാം മാങ്ങ നല്ല കുക്കായിട്ടുണ്ട്, നല്ല വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഒഴിക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി കട്ടി കുറഞ്ഞ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇത് കറക്റ്റ് പരുവാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി കടുക് വറുക്കാം. കടുക് വറുക്കാൻ വേണ്ടി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പ്, ഒരു വറ്റൽമുളക് കീറിയിട്ടത്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഇതിൻ്റെ അകത്തിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ പച്ചമാങ്ങ റെഡി ആയിട്ടുണ്ട്. കടുക് വറുത്ത് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, മാങ്ങാക്കറിയാണിത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ചോറിനോട് കഴിക്കാൻ വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.